വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ. ജീവിതമാണ് തൻ്റെ സന്ദേശമെന്നും ജീവിതം സത്യാന്വേഷണ പരീക്ഷണമാണെന്നും സ്വജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മഹാത്മാവ് ഇവിടെ ജീവിച്ചിരുന്നു. അർദ്ധനഗ്നനായ ഫക്കീറെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ച പാവങ്ങളുടെ തോഴനായ ആചാര്യന്മാരുടെ ആചാര്യനായ ആ മനുഷ്യൻ മഹാത്മാഗാന്ധിയാകുന്നു. ഇന്ന് മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ദിനമാണ്. ഗുജറാത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ലണ്ടനിൽ നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കി 20 വർഷം ദക്ഷിണാഫ്രിക്കയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തി സ്വാതന്ത്ര്യ സമരത്തിലെ നായകനായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യം കൈവരിച്ച നേതാവായി നമ്മുടെ രാഷ്ട്രപിതാവായി ലോകശ്രദ്ധയാകർഷിച്ച മഹാത്മാവായി അറിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജീവിതം അത്ഭുതകരവും സ്മരണീയവും ആകുന്നു. ഗാന്ധിജിയുടെ ദർശനം സത്യം, അഹിംസ, നിർഭയത്വം, സത്യാഗ്രഹം എന്നീ 4 തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. സത്യസന്ധനായിരിക്കുക എന്നത് ഗാന്ധിജിക്ക് വ്രതമായിരുന്നു. കുട്ടിക്കാലത്ത് താൻ കണ്ട ഹരിശ്ചന്ദ്രൻ എന്ന നാടകം സ്വജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചതായി ഗാന്ധിജി ഓർമ്മിക്കുന്നുണ്ട്. സത്യം വിവരണാതീതമാണ്. സത്യം ദൈവമാകുന്നു. ജീവൻ്റെ എല്ലാ രൂപങ്ങളിലും ദൈവം എന്നതുപോലെ സത്യവും ഉണ്ട്. ദൈവമാണ് സത്യം എന്നതിനേക്കാൾ സത്യമാണ് ദൈവം എന്നു പറയാനാണ് ഗാന്ധിജി ഇഷ്ടപ്പെട്ടത്. സത്യദർശനത്തിലൂടെയാണ് ഗാന്ധിജി അഹിംസയിലെത്തുന്നത്. അഹിംസ ദുർബലൻ്റെ തത്വശാസ്ത്രമായി കാണുന്നവരുണ്ട്. അതിനോട് ഗാന്ധിജി യോജിക്കുന്നില്ല. ഗാന്ധിജിയുടെ സഹന സമര രീതിയാണ് സത്യാഗ്രഹം എന്നറിയപ്പെട്ടത്. എതിരാളിയെ സത്യം ഗ്രഹിപ്പിക്കലാണത്. അതിന് സമരം നടത്തുന്നവൻ സത്യത്തെ മുറുകെ പിടിക്കുന്നു. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്താനാവുമെന്ന് ഗാന്ധിജി സ്വജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. മഹാത്മജി ജനവികാരത്തെ അറിഞ്ഞു പ്രവർത്തിച്ച നേതാവായിരുന്നു. രാഷ്ട്രത്തിൻ്റെ നട്ടെല്ല് കർഷകരാണെന്ന തിരിച്ചറിവ് ചമ്പാരൻ സമരത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് സങ്കല്പം തന്നെ ഗ്രാമ പുനരുദ്ധാരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അധികാരം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും രാജ്യത്തെ സജ്ജമാക്കുക എന്ന ഉദ്ദേശ്യത്തോടെയായിരുന്നു. ഗാന്ധിജിയുടെ സമരം വർണ്ണപക്ഷപാതത്തിനും അടിമത്തത്തിനും കൊളോണിയലിസത്തിനും ജാതീയതയ്ക്കും തീവ്രവാദത്തിനും ചൂഷണത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരെ ആയിരുന്നു. സ്വാതന്ത്ര്യത്തെ തുടർന്ന് അധികാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെന്നില്ല. പരസ്പരം മല്ലടിക്കുവാൻ തയ്യാറായി മതസ്പർദ്ധയ്ക്ക് ആക്കം കൂട്ടാൻ ഒരുമ്പെട്ടവരുടെ ഇടയിലേക്ക് സമാധാന ദൂതനായി നിർഭയം മഹാത്മജി ഇറങ്ങിച്ചെന്നു. ദുരിതബാധിതർക്ക് ആശ്വാസം നൽകാൻ പരമാവധി ശ്രമിച്ചു. ഇത്തരം നേതാക്കളെ അപൂർവമായി മാത്രമേ ചരിത്രത്തിൽ കാണുകയുള്ളൂ. ആധുനിക ലോകം പ്രശ്നസങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. യുദ്ധങ്ങളിൽ നിന്ന് യുദ്ധങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം. ആണവശക്തികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ആയുധങ്ങൾ സംഭരിച്ചു വയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രങ്ങൾ. സമാധാനമെന്നത് മരീചികയായി മാറുകയാണ്. മതവും ജാതിയും വർഗവും വംശവും ഭാഷയും ദേശവുമെല്ലാം ആധിപത്യം ചെലുത്തുകയും വിഭാഗീയ പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നാശോന്മുഖമായ ഇന്നത്തെ സാഹചര്യത്തിൽ ഗാന്ധിയൻ ചിന്തകളുടെ പ്രസക്തി ഏറി വരികയാണ്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി സേതുമാധവൻ.